ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ KC തോമസ് സാറ് നമുക്ക് പരിചിതരാണ്. പ്രിസെപ്റ്റ് മിനിസ്ട്രിയിലൂടെ ആഴ്ചതോറും ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. തിരുവല്ലയ്ക്ക് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. സത്യവചനത്തെ ശരിയായ വിധത്തിൽ വിഭജിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ കൂടെയാണ് അവർ ചെയ്യുന്നത്. വചനത്തെ കോട്ടിക്കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വചനത്തെ കോട്ടിക്കളയുന്ന ഒരു കാലത്ത്. അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ എന്നൊക്കെയുള്ള വാക്കുകൾ വചനത്തിൽ കേട്ടിട്ടുണ്ട്. ശരിയായ വിധത്തിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കാനും ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും അഭ്യസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രിസെപ്റ്റ് മിനിസ്ട്രി. ലളിതമായി പറഞ്ഞാൽ അത് വചനം കൊണ്ട് തന്നെ വചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാന രീതിയാണ്. ആ പ്രിസെപ്റ്റ് മിനിസ്ട്രിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അവർ ഈ ലോകത്തിൽ ചെയ്യുന്ന വലിയ കോൺട്രിബ്യൂഷൻസിനായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവവചനം ശ്രദ്ധയോടെ ശ്രദ്ധിക്കാം. ഇന്ന് അധ്യാപനമല്ല, അദ്ദേഹം വചന ശുശ്രൂഷയാണ് നിർവഹിക്കാനായിട്ട് പോകുന്നത്. ദൈവവചന ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം. എല്ലാവരും ദൈവവചനം കേൾക്കുമ്പോൾ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്താ പറയുന്നത്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പോയി മുഖം കഴുകിയിട്ട് വരാം, ഒരു കുഴപ്പമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ സന്തോഷത്തോടെ പ്രിയ KC തോമസ് സാറിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സാദരം ക്ഷണിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി വലിയവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ദിനങ്ങളിൽ നമ്മൾ നേരിട്ട് കാണാറുണ്ട് ഓൺലൈനിലൂടെ. എന്നാൽ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം മുഖാമുഖം കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കിയതോർത്ത് വലിയവനായ ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നവവത്സര ആശംസകൾ. ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർക്കും പ്രിയപ്പെട്ട കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനും എല്ലാവർക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പുതുവർഷം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവം നമ്മെ എത്ര അത്ഭുതകരവും അതിശയകരമായി നടത്തി. പലപ്പോഴും ഞാൻ ചിന്തിച്ചതിലൊക്കെ അപ്പുറത്താണ് ദൈവവചന ശുശ്രൂഷ പോയത് എന്നുള്ളത് തീത്തോസിൻ്റെ ലേഖനം നമ്മൾ ഒന്നിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുന്നത് ഈ ക്ലാസ്സുകളിലൊക്കെ അനുഭവിക്കാൻ സാധിച്ചു. അതിൽ പങ്കെടുത്തതായ ദൈവമക്കൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് അത് വലിയൊരു പ്രചോദനമായിരുന്നു, ശക്തീകരണമായിരുന്നു. പുതിയ ഒത്തിരി കാര്യം എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഓരോ പ്രാവശ്യവും ഓരോ ക്ലാസ്സും എടുക്കുമ്പോൾ ദൈവം വചനത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറന്നു തരികയാണ്. ക്ലാസ്സിലെടുക്കുന്ന പല ആളുകൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. അവർക്കറിയാം ഓരോ പ്രാവശ്യവും ദൈവാത്മാവ് എങ്ങനെയാണ് അവരെ നയിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒന്നിച്ച് ദൈവസ്ഥലം ഇപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം.
പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. 2024 നമ്മെ വിട്ട് കടന്നുപോയി. 2025 പ്രവേശിക്കുവാൻ കൃപയാൽ ദൈവം സഹായിച്ചു. എന്നെ സംബന്ധിച്ച് 24 വെല്ലുവിളികളുടെ വർഷമായിരുന്നു. ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതായ ദിവസങ്ങളായിരുന്നു. അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം നൽകിയ വിടുതലിനെ ഓർത്ത് വലിയവനായ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ച് തരുന്നവനായ ദൈവമാണ്. ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ജനത്തോട് ദൈവം ഹൃദ്യമായി ഇടപെടുകയും ദൈവജനവുമായി നിരന്തരം സംവദിക്കുവാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം എങ്ങോ എവിടെയോ മാറി നിൽക്കുന്ന ഒരു അരൂപിയല്ല, അതിലുപരിയായി നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന, നമ്മോടൊപ്പം നിരന്തരം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായ ഉന്നതനായ ദൈവമാ നമ്മുടെ ദൈവം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതം നയിക്കുമ്പോൾ 2025 നമ്മുടെ ജീവിതത്തിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി ഒരു സമർപ്പണവും ഒരു വിധേയത്വവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും എന്നതിന് രണ്ട് വശമില്ല. അതുകൊണ്ട് ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുവാനുള്ളതാണ്. സംഭവവിഹുലമായ ഒരു ലോകത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന സ്വാതന്ത്ര്യം കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലയിടത്തും നമുക്കറിയാം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില അനുകാലിക വിഷയങ്ങളൊക്കെ കടന്നുള്ള സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെ മധ്യത്തിലാണ് ക്രൈസ്തവ സഭ, യഥാർത്ഥ സഭ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം എങ്ങനെയായിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നുള്ളത് ദൈവവചനം കൃത്യവും വ്യക്തവുമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രധാനമായും ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അല്പം ലോങ് വിഷയമാണെങ്കിൽ തോന്നുന്നു, എങ്കിലും നമ്മൾ ഷോർട്ടായിട്ടത് പരമാവധി പറയാൻ ശ്രമിക്കുകയാണ്. ചില വെളിപ്പെടുത്തലുകളും ചില കണ്ടെത്തലുകളും, ചില വെളിപ്പെടുത്തലുകളും ചില കണ്ടെത്തലുകളും, ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഇന്നത്തെ ചിന്തയുടെ പ്രമേയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിൻ്റെ മുമ്പാകെ അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ കർത്താവേ, അവിടെ ഞങ്ങളെ കാണുന്ന ദൈവം ഞങ്ങളോട് മധ്യ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഈ ഹോളിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായി സ്തുതിക്കുന്നു. ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും ആയിരിക്കിടങ്ങളിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി ഉള്ളത് പകരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനത്തിലെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തയേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനകളെ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം കാലാകാലങ്ങളിൽ തന്നെ സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദ റെവലേഷൻ ഓഫ് ഗോഡ് നമ്മുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച്, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതായ ക്രിസ്തു, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ തുറന്നുള്ള താളുകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കാണുവാനായിട്ട് കഴിയുന്നതാണ് എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവം കാലാകാലങ്ങളിൽ ദൈവം ആരെന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതൽ
സകല സൃഷ്ടിയുടെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് കടന്നു വരുമ്പോൾ പിന്നീട് അവൻ സർവശക്തനായ അത്യുന്നതനായ ദൈവമായി വെളിപ്പെടുത്തുന്നുണ്ടായി. പിന്നീട് കാണുമ്പോൾ ഹാഗാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സകലവും കാണുന്നവനായ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുന്നു. അങ്ങനെ വേദപുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിക്കുമ്പോൾ ഓരോ പേജുകളിലും ഓരോ താളുകളിലും ദൈവം ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. മാറായിലെ വെള്ളം കയ്പായി മാറിയപ്പോൾ അവിടെ രൂപം കൊണ്ട പേരാണ് യഹോവ റാഫ എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്ന ദൈവം. അതുകൊണ്ട് ഓരോ ദിനങ്ങളിലും സാഹചര്യത്തിലെ പശ്ചാത്തലത്തിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ ആ ദൈവത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം അനുഗ്രഹകരമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: തന്നെ കാണാനായി വന്നതായ ചില യവനന്മാർ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു വരുന്ന അവസരത്തിൽ അതിൻ്റെ 23-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. The hour has come for the Son of Man to be glorified. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ദൈവം ആരും മ്ലാനതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതോ ഇന്നത്തേക്ക് നീ വാടി മുഖത്തോടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ മ്ലാനതയിലേക്ക് വലിച്ചിഴക്കുകയോ? ഒരിക്കലുമില്ല. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം പറഞ്ഞിരുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ബി ഹാപ്പി ഫോർ ദിസ് മോമെന്റ് ആൻഡ് ദാറ്റ് മോമെന്റ് ഈസ് ലൈഫ്. ഈ നിമിഷത്തിൽ എത്രയും സന്തുഷ്ടനായിരിക്കുക, അതാണ് ജീവിതം. ഈ മോമെന്റിൽ, ഈ നിമിഷത്തിൽ എത്രയും സന്തുഷ്ടനായിരിക്കുക, ദാറ്റ് ഈസ് കോൾഡ് ലൈഫ്. അതാണ് ജീവിതം. അപ്പോൾ ദൈവം നാം സന്തുഷ്ടിയോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടിയിലേക്ക് നയിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് നാം എത്രയും സന്തുഷ്ടിയോടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യരെക്കുറിച്ച് വിഭാവന ചെയ്തത് അവർ സന്തോഷമുള്ളവരായി, സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞു വരണമെന്നാണ്. ഓക്കെ, അത് ഉൽപ്പത്തി പുസ്തകം പഠിക്കാൻ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് നൽകിയത് അവർ സന്തോഷത്തോടെ ജീവിക്കാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം. ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചപ്പോൾ അവൻ ആവശ്യമായതൊക്കെയും ഒരുക്കിക്കൊടുത്ത് സന്തുഷ്ടിയുള്ള ജീവിതത്തിലേക്ക് നയിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം ഓർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരൻ ബൈബിൾ സ്കൂൾ ടീച്ചറാണ് നമ്മുടെ മധ്യത്തിൽ, അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും, സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ മകുടമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലഷർ ഓഫ് ഗോഡ് ദാറ്റ് വി ആർ. ദൈവത്തിൻ്റെ സന്തോഷമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സന്തോഷം നിങ്ങളിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിലെ സന്തോഷം നമ്മിലുണ്ടാകണം, ദൈവത്തിൻ്റെ ആനന്ദം നമ്മിലുണ്ടാകണം. സന്തോഷത്തോടും സ്തോത്രത്തോടും സംഗീതത്തോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുവീൻ. ഓക്കെ, തന്ത്രനാദത്തോടെ കിന്നരങ്ങളോടുകൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലുവീൻ. പാടുമ്പോൾ ആനന്ദം, എന്തൊരാനന്ദം, എന്ത് സന്തോഷം എൻ്റെ യേശു എന്നുള്ളിൽ വന്ന നാളിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അനുഭവം എന്ന് പറയുന്നത് സന്തുഷ്ടിയുള്ള ജീവിതത്തിൽ ഉടമയായി മാറുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം.
അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യ സൃഷ്ടിച്ചപ്പോൾ ആ ഒരു തലത്തിലാണ് ദൈവം മനുഷ്യ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ആരെ സൃഷ്ടിച്ചു? നമ്മെ സൃഷ്ടിച്ചു. ദൈവം എത്ര കൃതാർത്ഥനാണോ, ദൈവം എത്ര സന്തുഷ്ടനാണോ, ദൈവം എത്ര സന്തോഷമുള്ളവനാണോ, ദൈവം എത്ര സമാധാനമുള്ളവനാണോ, അതേ അവസ്ഥയിലായിരിക്കുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ സന്തുഷ്ടിയുള്ള ജീവിതത്തിൽ ഉടമയായി മാറുവാനായി നമ്മെ സന്തുഷ്ടിയുള്ള അവസ്ഥയിലാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അനുദിന ജീവിത ക്രമങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം അവൻ നമ്മിൽ വെളിപ്പെടുത്തുകയാണ്. ആ ഒരു ഗീതമാണ് ദൂതന്മാർ പാടിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ദൈവസ്ഥലം അടുത്ത് വന്നിരിക്കുമ്പോൾ ബി ഹാപ്പി. അടുത്ത നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, നാളത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ആകുലകളൊന്നും വേണ്ട. മറിച്ച് ഇന്ന് ഈ നിമിഷം ഈ പ്രസന്റ് മൊമെൻറ്റിൽ എത്രയും സന്തുഷ്ടിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്നൊരു യാതൊരു സംശയമില്ല. അതുകൊണ്ട് 3 തലക്കെട്ടിലാണ് ഞാൻ ഇന്നത്തെ ചിന്താധാരയെ നയിക്കാൻ പോകുന്നത്. ഒന്നാമത്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ദൈവം. 2, ഈ മഹത്വത്തെ കണ്ടെത്തിയവർ. 3, മഹത്വത്തെ കണ്ടെത്തിയവരുടെ നിയോഗം. 3 പോയിന്റ് മാത്രമേ ഉള്ളൂ. 3 തലക്കെട്ടിൽ നിന്നുകൊണ്ട് വേഗതയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൽ 34 മുതൽ 32 വാക്യങ്ങളിൽ നാം പഠിച്ച വിഷയമായിരിക്കുന്ന സമാഗമന കൂടാരത്തെക്കുറിച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലും ആ ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. ദൈവം പറയുകയാണ്, എനിക്ക് ജനത്തിൻ്റെ മധ്യേ വസിക്കണം, അതുകൊണ്ട് നീ എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ടു ബി വിത്ത് അസ്. തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, തൻ്റെ സന്തോഷത്തെ വെളിപ്പെടുത്തി, തൻ്റെ സമാധാനത്തെ വെളിപ്പെടുത്തി ജനത്തോടൊപ്പം വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായ ഉന്നതനായ ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഈ ദൈവം പറഞ്ഞ ക്രമപ്രകാരം, ദൈവം കാണിച്ചു കൊടുത്ത മാതൃകപ്രകാരം അതേ പാറ്റേണിൽ മോശയോട് പറയുകയാണ്, നീ ഒരു മന്ദിരം പണിയണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളൊക്കെയും ദൈവം പറഞ്ഞ അതേ പാറ്റേൺ അനുസരിച്ചാണ് പണിതത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് 25-ാം അധ്യായം പുറപ്പാട് 25-ന്റെ 8-9 വാക്യം വായിക്കുമ്പോൾ മോശയോട് ഞാൻ പറയുകയാണ്, എനിക്ക് അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് നീ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. തുറന്നങ്ങോട്ട് വായിക്കുമ്പോൾ ഈ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതായ സന്ദർഭമുണ്ടായിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ 8-ാം പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യം വായിക്കുമ്പോൾ, 1 Kings chapter 8, 10 and 11, പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരം പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷകളും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവമഹത്വത്തെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മോടൊപ്പം വസിച്ച് നമ്മോടൊപ്പം പാർത്ത് താൻ ആയിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ചിലമ്പ് നമ്മുടെ മാത്യു പാസ്റ്റർ പറഞ്ഞു, ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ഷാജി പാസ്റ്റർ ഒക്കെ. അപ്പോൾ മാത്യു പറഞ്ഞത് എന്തുമായിരുന്നു? താഴ്മയുള്ള ദൈവം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം ഏറ്റെടുത്ത് മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മോടൊപ്പം പാർത്ത ഉന്നതനായ ദൈവം. അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിൽ പാർത്തപ്പോൾ നാം അവൻ്റെ തേജസ് നാം കാണുകയാണ്.
ഓക്കെ, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവേദനയെ നാം എന്ത് കാണണം? ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണം. We have to see the glory of God in the year 2025. 2025 ദൈവത്തിൻ്റെ മഹത്വത്തെ പൂർണ്ണതയിൽ ദർശിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ശക്തിയുള്ളതായി മാറുന്നത്. മറുമലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് യേശു കടന്നു പോകുന്ന സംഭവം നമുക്കറിയാം. അവിടെ നാം കാണുന്നത് അവിടെ വലിയ ശക്തിയൊരു വെളിച്ചമുണ്ടങ്ങ് വരികയാണ്. വലിയ പ്രകാശം ചുറ്റും മിന്നുകയാണ്. ഇവർക്ക് പോലും മനസ്സിലാകാത്ത പക്ഷം അത്രമാത്രം ഉന്നതമായ വെളിച്ചം കൊണ്ട് അവിടെ നിറയുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഓക്കെ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതാണ്. യോഹന്നാനിൽ വായിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് വേണം ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ. When we minister to the Lord, ദൈവത്തിൻ്റെ ശുശ്രൂഷയായിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ ആരാണ് എന്ന് തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know whom I have believed. ആരെ വിശ്വസിച്ചെനിക്കറിയാം. അവൻ്റെ മഹത്വത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ വെച്ചാണ് കണ്ടത്? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന വലിയൊരു വെളിച്ചം അവന് ചുറ്റും മിന്നി, എടുത്തടിച്ച് താഴെ വീണു. സ്തോത്രം. ഓക്കെ, എന്നെ കേൾക്കുന്ന ദൈവം നമ്മളുടെ മഹത്വത്തെ വെളിപ്പെടുത്തേണ്ടി വരുമ്പോൾ നമ്മിലുള്ള സ്വയത്തെ താഴെ ഇട്ടിട്ട് നമ്മിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടത്തക്കവണ്ണം നമ്മെ പുതിയൊരു സൃഷ്ടിയാക്കി അവൻ മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? എല്ലാവർക്കും ഈ മഹത്വം കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ജഡമുണ്ടല്ലോ, നമ്മുടെ സ്വയം ഉണ്ടല്ലോ, അതിനെയൊക്കെ തകർത്തെങ്കിൽ മാത്രമേ, അതില്ലായ്മയെങ്കിൽ മാത്രമേ ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ വഴിയുള്ളൂ. കൊരിന്ത്യർ സഭയോട് പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയ മനുഷ്യനെ അതിന് രാഗമോഹങ്ങളോട് ക്രൂശിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പഴയ മനുഷ്യന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ദുഷ്കാമം, ദുർമോഹം, അങ്ങനെ ധാരാളം ലിസ്റ്റ് പറയുന്നുണ്ട് ഗലാത്യലേഖനം. അപ്പം അങ്ങനെയെങ്കിൽ അതിനെയൊക്കെ വിട്ടുകൊണ്ട് അങ്ങനെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കത്തക്ക വേണം ദൈവീയ മഹത്വത്തെ വെളിപ്പെടുത്താണ്ട് ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യും? എടുത്ത് അല്പസമയത്തേക്കൊന്ന് താഴേക്ക് ഇട്ടെന്ന് വരാം. എന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമുണ്ടല്ലോ, ഈ ജാതിയുടെ ഇടയിൽ എൻ്റെ സുവിശേഷം വഹിക്കാനുള്ള ഒരു പാനപാത്രമായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എവിടെ? അഗ്രിപ്പാ രാജാവിന് മുമ്പിൽ, ഫെലിക്സിന് മുമ്പിൽ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ധൈര്യത്തോടെ സുവിശേഷം പറയുവാൻ പൗലോസിന് സാധിച്ചത് എന്തുകൊണ്ടാ? ഈ മഹത്വത്തെ അവൻ കണ്ടു. ഈ മഹത്വത്തെ അവൻ കണ്ടതുകൊണ്ടാ. സ്തോത്രം. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മഹത്വം അവർ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. എന്നാൽ 586 BC ആയപ്പോൾ എന്താണെന്നറിയാമോ? സ്ലോലി ആ മഹത്വം അങ്ങ് അകന്നകന്നു പോയി. കാരണം ദൈവീയ വഴി വിട്ട്, ദൈവീയ പ്രമാണം വിട്ട്, ദൈവവചനം വിട്ട് തങ്ങളുടേതായ ആലോചനയിൽ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ എഗസ്കേൽ പുസ്തകം 10-11 അധ്യായം വായിച്ചാൽ കാണാൻ സാധിക്കും, ദ ഗ്ലോറി ഓഫ് ഗോഡ് ദ ലെഫ്റ്റ് ഫ്രം ദ ടെമ്പിൾ. ആലയത്തിൽ നിന്ന് ദൈവമഹത്വം അകന്നകന്നു പോയി എന്ന് കാണാൻ സാധിക്കുക. അവസാനം കാണാൻ സാധിക്കും ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ, അതുപോലെ ദൈവാലയം നശിപ്പിക്കപ്പെട്ട് തകർന്ന അവസ്ഥയിലേക്ക് മാറി. ഞാൻ ഈ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ പറയുന്നു 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, ഈ പുതിയ ദേവാലയമൊക്കെ പണിതപ്പോൾ അതിൻ്റെ മഹത്വം പണ്ടത്തെ ആലയത്തിലുണ്ടായിരുന്ന മഹത്വമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതുമില്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലയോ? മഹത്വം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഞാൻ ഈ സ്ഥലത്ത് സമാധാനം നൽകും എന്ന് പറയുന്ന തിരുവചനം അവിടെ കാണുന്നുണ്ട്. അതേ മുന്നോട്ട് വായിക്കുന്ന അവസരത്തിൽ ഈ മഹത്വം പിന്നീട് വെളിപ്പെട്ടത് എവിടെ അറിയാമോ? യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിൽ ഈ മഹത്വം വെളിപ്പെടുത്തും. അതെ, പിതാവായ ദൈവ സന്നിധിയിൽ നിന്ന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം യേശു ക്രിസ്തുവിലൂടെ ഈ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊള്ളാൻ സാധിക്കും.
എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേൽ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ നഷ്ടപ്പെട്ടെങ്കിൽ പിന്നീടത് മടക്കിക്കൊണ്ട് വരുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം അത്രമാത്രം കൺസേൺ എന്ന് നോക്കി. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ പുറകെ വരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അവൻ നമ്മുടെ പുറകെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഇരിക്കത്തില്ലായിരുന്നല്ലേ. നമ്മുടെ പുറകെ വന്നതുകൊണ്ടാണ്, അവൻ്റെ സ്നേഹം നമ്മളെ അടുക്കിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയത്. തിരുവചനം പറയുന്നു, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വെച്ചാൽ പറഞ്ഞറിയാമല്ലോ, കാനാവിലെ കല്യാണം. കാനാവിലെ കല്യാണത്തിൽ യേശു പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അതേസമയം യേശു എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തിയെന്നാണ്. He revealed his glory എന്നാ. അവൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ നാഴിക ഇതിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ആദ്യത്തെ അത്ഭുതം. എന്നെ കേൾക്കുന്ന ഈ മക്കളെ, യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടെ കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം വായിക്കുന്നു, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും എന്നാൽ പിന്നീട് പറയുകയാണ്, ഇതാ എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കുകയാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മൾ വായിച്ചല്ലോ, യോഹന്നാൻ സുവിശേഷം 12-21 വാക്യത്തിൽ, ഇതാ എൻ്റെ നാഴിക വന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഞാൻ അല്പം കൂടി വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ്. വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ഗോതമ്പുണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു ചെറിയ പയറുമണി നടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിത്ത് നടുമ്പോൾ അത് കിളുത്തില്ല എങ്കിൽ ആ വിത്തിൻ്റെ ഗുണം നമുക്കറിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഓക്കെ. എന്നാൽ ആ വിത്തിൻ്റെ ഗുണം അറിയുന്നത് അതിൻ്റെ ആ മുള അങ്ങോട്ട് പൊട്ടി പുറപ്പെടുമ്പോഴല്ലേ. അതിൻ്റെ മുള പൊട്ടി പുറപ്പെടുമ്പോഴാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു റോസച്ചെടി മേടിച്ചു, 3 മേടിച്ചു, എല്ലാത്തിനും മുള വന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരെണ്ണം ഒഴികെ മറ്റെല്ലാത്തിനും മുള വന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരെണ്ണത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. ഞാൻ പറഞ്ഞ സാരെന്ന് ചോദിച്ചാൽ, ആ ചെടിയുടെ മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ ആ മുള പൊട്ടി പുറപ്പെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ മുള പൊട്ടി പുറപ്പെടണമെങ്കിൽ ആ ചെടി എന്ത് ചെയ്യണം? മണ്ണിനകത്ത് നാം കുഴിച്ചിടണം. വിത്താണെങ്കിൽ മണ്ണിനടിയിൽ വെക്കണം. അല്ല തണ്ട വയ്ക്കുന്നതെങ്കിൽ അത് നല്ലതുപോലെ മണ്ണിളക്കിയിട്ട് നല്ലതുപോലെ ഒരുക്കിയിട്ട് ആ മണ്ണിനകത്തത് കുഴിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ അതെന്തുള്ളൂ, മുള വരികയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടെന്ന് പറയുമ്പോൾ എപ്പോഴാണ് യേശു പറഞ്ഞത്? യവനന്മാർ വന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോഴാണ്. ഓക്കെ. ഞാനത് 3-ാമത്തെ പോയിന്റ് ഞാൻ പറയും, എങ്കിലും ഇവിടെ തൊട്ട് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. യവനന്മാർ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന യവനന്മാർ യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഇതാ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്നു. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം അതുപോലെ 17-ാം അധ്യായം പഠിക്കുന്ന അവസരത്തിൽ വായിക്കുന്നു, പിതാവേ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്താൻ പുത്രനെ മഹത്വപ്പെടുന്നു. മഹാപുരോഹിത പ്രാർത്ഥന 17-ാം അധ്യായം. അപ്പോൾ ആ 17-ാം അധ്യായത്തിൽ
പുത്രൻ നിന്നെ മഹത്വപ്പെടുത്താൻ, പുത്രനെ മഹത്വപ്പെടുത്താൻ പറയുമ്പോൾ എങ്ങനെയാ പുത്രനെ മഹത്വപ്പെടുത്താൻ പോകുന്നത്? തൻ്റെ പുത്രനെ കാൽവറിയിലേക്ക് അയറ്റുന്നതിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അതേ ആണിമേൽ തൂങ്ങിയപ്പോൾ പിതാവ് പുത്രനെ എന്ത് ചെയ്യാണ്? മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഓക്കെ, ജ്ഞാനം ഉയർത്തപ്പെട്ടാൽ അനേകരെ എങ്കിലേക്ക് ആകർഷിക്കും. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർപ്പിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നൊക്കെ ഇതാ മഹത്വം എന്ന് പറയുന്നത്. ഇതാണ് മഹത്വം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മിലുള്ള സ്വയം ഇല്ലാതായി തീരുകയും നമ്മിലുള്ള ദൈവീകത ഉയരുവാൻ നാം അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇതിനെ ആവർത്തിക്കാം. നമ്മിലുള്ള സ്വയത്തെ നാം തകർത്ത് അടിച്ചമർത്തി, ഓക്കെ, ക്രൂശിൻ്റെ വചനം നിമിത്തം അതിനെ ഞാൻ അടിമയാക്കണം. ഇത് പൗലോസിന്റെ വാക്കാണ് പറഞ്ഞത്. ക്രൂശിൻ്റെ വചനം നിമിത്തം എൻ്റെ ശരീരത്തെ, എന്നിൽ പോരാടുന്ന ശക്തികളെ ഞാൻ അടിമയാക്കി മെരുക്കി ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ ബലപ്പെടുവാൻ അനുവദിക്കുമ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. സ്തോത്രം. ഓക്കെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ മഹത്വം വെളിപ്പെടുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടണമെങ്കിൽ നമ്മിലുള്ള സ്വയം നാം വെളിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നോക്കിയേ, ഫിലിപ്പിയ ലേഖനം. ദൈവത്തോടൊപ്പമായിരുന്ന ദൈവിക നന്മകളൊക്കെ അനുഭവിച്ച് പിതാവിനോടൊപ്പമായിരുന്ന ക്രിസ്തു തൻ്റെ മഹിമകളെയൊക്കെ ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു. ഫിലിപ്പിയ 2:1-11 വരെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് മാറിയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മിലുള്ള നാം എന്ന ഐ എന്ന ഭാവത്തെ നാം എടുത്തു മാറ്റുമെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ മറിയയെക്കുറിച്ചൊക്കെ ധാരാളം പറയാറുണ്ട്. മറിയ യേശുവിൻ്റെ അമ്മയാണ്. ഓക്കെ, എന്നാൽ അതിലപ്പുറത്ത് ഒന്നും നമ്മൾ മറിയയ്ക്ക് സ്ഥാനം കൊടുക്കാറില്ല. എന്നാൽ മറിയെ ആ വിധത്തിൽ ഉയർത്താൻ ഇടയായത് അവൾ പറഞ്ഞ വാക്കാണ്, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താഴ്ത്തിയതായ അതേ മറിയയുടെ ജീവിതത്തിൽ നിന്നുണ്ടായി ദൈവത്തിൻ്റെതായ നന്മ അനുഭവിക്കുവാനായിട്ട് സാധ്യമായി തീർന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മിലുള്ളതായ സ്വയത്തെ നാം മാറ്റുമ്പോൾ, ക്രിസ്തു നമ്മിൽ വളരുവാൻ അനുവദിക്കുമ്പോൾ, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അത് ഈ പറയാനൊക്കെ എളുപ്പമാണ് അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്, പ്രയാസമുള്ള വിഷയമാണ് അല്ലേ? ഞാനെന്നുള്ള ഭാവത്തെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചാൽ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അതിനെ ഞാൻ ഹോമം ചെയ്താൽ, അതിനെ ഞാൻ തകർത്ത് കളഞ്ഞാൽ എന്നിൽ ജീവിക്കുന്ന ദൈവിക ശക്തി നമ്മിൽ വെളിപ്പെടുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറിയ തന്നെ ദൈവകരമായി സമർപ്പിച്ചപ്പോൾ അതവളുടെ ജീവിതത്തിൽ അനുഗ്രഹകരമായി തീർന്നു എന്നതിന് യാതൊരു സംശയമില്ല. സ്വയം ഇല്ലാതായിത്തീരുന്ന അനുഭവം, സ്വയത്തെ ഇല്ലായ്മ ചെയ്യുന്ന അനുഭവം, അപ്പോഴാണ് ദൈവം നമ്മിലൂടെ വെളിപ്പെടുന്നത് എന്നതിന് യാതൊരു സംശയമില്ല. ഓക്കെ, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല ബൈബിൾ സ്റ്റഡിയിലും ഞാൻ ലീഡ് ചെയ്യുമ്പോൾ കുറേയൊക്കെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ആകെ അല്ലാതായിപ്പോൾ. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എന്നെ അങ്ങ് വിട്ടുകൊടുത്ത് ദൈവിക നിയോഗമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ പുതിയ കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട് എന്നത് ഒരു വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ സ്വയം ഇല്ലാതാകാനായിട്ട് എന്ത് ചെയ്യണം? എപ്പോഴാണ് നമ്മൾ ഈ പ്രശ്നമുണ്ടാകുന്നത്? അഥവാ വേറൊരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? പുറമേ നിന്നുള്ള പ്രഷർ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതുണ്ടാകും ആകെ നിരാശയല്ലേ, ആകെ പ്രശ്നമാണ്. പുറമേ നിന്നുള്ള സമ്മർദ്ദം വരുമ്പോൾ അത് പ്രയാസമുണ്ടാകും. ഉദാഹരണം, ഒരു
പെട്ടിക്കകത്ത് കുറേ സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു പാക്കറ്റിൽ നല്ലപോലെ നല്ല വലിപ്പമുള്ള എയർ ഫില്ലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയൊരു പുള്ളിയായ ഒരു സാധനം കയറിയിരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് മറ്റു ചില സാധനങ്ങളും കൊണ്ട് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടിക്കകത്ത് വെച്ച് കൊടുത്തിട്ട് പെട്ടി അങ്ങോട്ട് പ്രസ് ചെയ്യുന്നതോറും ഏതിനാ കൂടുതൽ പ്രഷർ വരുന്നത്? ഈ വലിപ്പം ഭാവിച്ചിരിക്കുന്ന ആ സമ്മർദ്ദം എയറൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊത്തിരി പ്രഷർ വരും. ഓക്കെ, എന്നാൽ ഈ പ്രഷർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്ത് എയർ അങ്ങ് പൊട്ടിച്ച് വിട്ടാൽ മതി. മനസ്സിലായി പറഞ്ഞത്? അതിനകത്തെ ആവശ്യമില്ലാതെ ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഞാനെന്നുള്ള ഭാവം, ആവശ്യമില്ലാതെ ഊതി വീർപ്പിച്ച് വലിപ്പം പ്രാവം കാണിച്ച് ഊതി വീർപ്പിച്ചിരിക്കുന്ന ആ പ്രഷറൈസ് ആയിരിക്കുന്ന സാധനത്തെ എന്ത് ചെയ്യണം? അതിന് എയർ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി പിന്നെ നമുക്ക് പ്രഷർ ഇല്ല. ഉണ്ടോ? സമ്മർദ്ദം മുഴുവൻ അങ്ങ് പോയി. മോർ വി ആർ ബിക്കം സ്മോൾ, ദ പ്രഷർ വിൽ ബി ലെസ്. എത്രയും ചെറുതാകാമോ അത്രയും സമ്മർദ്ദം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പുറമേ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ നാം അധികമായി ചെറുതായിത്തീരുന്നെങ്കിൽ സമ്മർദ്ദം കുറേശ്ശെ കുറഞ്ഞ് അവസാനം യാതൊരു സമ്മർദ്ദവും ഇല്ല എന്ന് ഫീൽ ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതം കടന്നു വരും എന്നതിന് യാതൊരു സംശയമില്ല. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവരെ പല ഘട്ടങ്ങളിൽ സമ്മർദ്ദങ്ങളിൽ പെട്ടിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ ടെൻഷനായിട്ടുണ്ട്. ഗുരുവേ, ഇവരെയൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു, നേരെ സന്ധ്യ, ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇത്ര രൂപയ്ക്ക് മേടിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, തികയില്ല എന്ന് പറയുന്നതായ ശിഷ്യന്മാർ ആകെ ടെൻസ്ഡായി. എന്നാൽ കർത്താവ് വീട്ടില്ല. യേശു പറഞ്ഞു, വരികേ നിങ്ങളെ വില ഉണ്ടോ? അപ്പോൾ അവർ പോയി തപ്പിപ്പിടിച്ചിട്ട് അപ്പോൾ ഇതിനോടൊക്കെ ഒരു ചെറുക്കനകളുണ്ടെന്നുള്ള മനസ്സിലായി. ഓക്കെ, അതുകൊണ്ടൊന്നും എന്ന് പറഞ്ഞാൽ അവരെ ഇരുത്താൻ പറഞ്ഞു. എല്ലാവരെയും പന്തിപന്തിയായി ഇരുത്താൻ ആളെ പറഞ്ഞത്. ഈ ടെൻസ്ഡ് ആയിരിക്കുന്ന സമ്മർദ്ദം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ക്ഷീണം പറയാം, അവരെ പന്തിപന്തിയായിട്ട് ഇരുത്താം, അവരെ പഠിപ്പിക്കുക. പന്തിപന്തിയായി ഇരുത്തി 5000 പുരുഷന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര പന്തി എന്നുള്ളത് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ 5000 പുരുഷന്മാർ ഒറ്റ ഇരിപ്പിന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഓക്കെ, അതിന് കാരണം എന്ന് വെച്ചാൽ അവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അവർ ആകെ ടെൻസ്ഡ് ആയിരുന്നപ്പോൾ അവരുടെ ടെൻഷനെ, അവരുടേതായ ഭീതിയെ, ആശങ്കകളെ എടുത്ത് മറിച്ച് മാറ്റിക്കളഞ്ഞ് അവരുടെ ആശങ്കരഹിതരായി മാറ്റുന്നവനായ ദൈവമാണ്. ഗുരു നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ല? അടുത്തൊന്ന പടകിൽ അല്ലേ, കാറ്റും കോളൊക്കെ ശക്തമായി പടക് മുങ്ങാൻ തുടങ്ങുമ്പോൾ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് സംസാരിക്കുന്നുണ്ട്. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും അവരിത്രയും അവരുടെ അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അമരത്തിരുന്നവനെ കണ്ടില്ല, ശിഷ്യന്മാരെ കാണാൻ മറന്നുപോയി. അമരം എന്നുള്ളത് ഈ വള്ളംകളി കണ്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. അമരം എന്ന് പറയുന്ന ആളാണ് വള്ളത്തെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ഈ തുഴച്ചിലുകാരൊക്കെ ഉണ്ട്, എത്ര നന്നായി തുഴച്ചിലാണ്, അമരത്തിരിക്കുന്ന ആൾ വള്ളത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ശരിയായ ദിശയിലേക്ക് പോകില്ല. അപ്പം അമരക്കാരനായി ക്രിസ്തു ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ വല്ലാതെ വിഷമിക്കുന്നത്? ഓക്കെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം തൻ്റെ മഹത്വത്തെ നമ്മിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതായ ദൈവജനം അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവനെ, ഈ വലിയവനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ ഉന്നതനായ ദൈവത്തെ കണ്ടെത്തിയതായ ധാരാളം ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ഈ കണ്ടെത്തലിനെ കുറിച്ച് ധാരാളം നമ്മൾ കണ്ടു. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ ശിഷ്യന്മാരിൽ 2 പേർ അവിടെ നിൽക്കുന്ന അവസരത്തിൽ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ, ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് ആര് കണ്ടു? യോഹന്നാൻ ശിഷ്യന്മാർ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. മഹത്വമായവനെ, തേജസ്സുള്ളവനെ, പാപത്തെ ചുമക്കുന്നവനെ കണ്ടവനായ ശിഷ്യന്മാർ
അവർ എന്ത് ചെയ്തു? യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. അങ്ങനെ യേശുവിന് പിന്നാലെ യാത്ര ചെയ്തതായ ഈ ശിഷ്യന്മാരെ യേശു കാണുന്നുണ്ട്. യേശു കണ്ടെത്തും. 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, യേശു തിരിഞ്ഞു നോക്കി, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കണ്ടെത്തുന്നവനായ ദൈവമുണ്ട്. അങ്ങനെ കണ്ടെത്തിയവരെ ആളുകൾ യേശു ഇരിക്കുന്ന ഇടവും കൂടെ കണ്ടെത്തുന്നുണ്ട്. ഞാൻ ചുരുങ്ങിയ വാക്കുകളെയും പറഞ്ഞു പോവുകയാണ്. അപ്പോൾ യേശുവിനെ കണ്ടവർ, യേശു ഇരിക്കുന്ന ഇടം കണ്ട് അവനോടുകൂടെ പാർത്തവർ, അങ്ങനെ കണ്ടെത്തിയവർ, ദൈവമഹത്വം ദർശിച്ചവർ അടുത്ത പടി എന്നറിയാമോ? ദൈവീയ നിയോഗത്തിനായി വിളിക്കപ്പെട്ടവരായി മാറുകയാണ്. പ്രത്യേകിച്ച് 1-ാം അധ്യായം യോഹന്നാൻ 1:40 വായിക്കുമ്പോൾ യേശുവിനെ കണ്ടെത്തിയ ആളുകൾ ഓരോരുത്തരെ കണ്ടു. നഥനയേലിനെ കണ്ടു പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രോസിനെ കണ്ടിട്ട്, മറ്റുള്ളവരെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന അനുഭവമാണ്. ഞാൻ വേഗതയിൽ പറഞ്ഞ എൻ്റെ വാക്കുകളെ ഇവിടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ ദൈവമഹത്വം ദൈവം വെളിപ്പെടുത്തി. ദൈവമഹത്വം കണ്ടതായ ദൈവമക്കൾ മൂന്നാമത് ചെയ്യേണ്ടത് ഈ ദൈവിക നിയോഗത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യണം. അപ്പോഴാണ് പൂർണ്ണമായി ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ചില രംഗങ്ങളാണ്. പഴയ നിയമത്തിൽ തൻ്റെ ജനത്തിന് ദൈവം മഹത്വം ദൈവം വെളിപ്പെടുത്തി. ഓക്കെ, ദൈവാലയത്തിലൂടെ, മന്ദിരത്തിലൂടെ, അവരോടൊപ്പം വസിക്കുന്നതിലൂടെ തന്നെ മഹത്വം വെളിപ്പെടുത്തിയെന്ന് കണ്ടു. അങ്ങനെ വെളിപ്പെട്ടതായ മഹത്വത്തെ കണ്ടതായ ശിഷ്യന്മാർ, മനസ്സിലാക്കിയ ശിഷ്യന്മാർ, അത് മറുമലയിൽ കണ്ടു. അതുപോലെ അപ്പോസ്തലന്മാർ കണ്ടു, പൗലോസ് കണ്ടു. എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ മഹത്വം പൂർണ്ണമായി നമ്മിലൂടെ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിയോഗത്തിൻ്റെ വഴികൾ നാം തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിയോഗത്തിൻ്റെ വഴികൾ. പലരും വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടെല്ലാം ശരിയായി, ഇനി ബാക്കിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുന്ന ചില ജീവിത രീതികളുണ്ട്. എന്നാൽ ദൈവം ഓർപ്പിക്കുന്നത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവീയ മഹത്വം കണ്ടവർ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗവാക്കായി മാറിയവർ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ് നിയോഗമുള്ളവരായി നാം മാറണം. നിയോഗമുള്ളവരായി ഇത് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണ്. നാം നിയോഗത്തെ തിരിച്ചറിയുന്നില്ല എങ്കിൽ ദൈവമഹത്വം നമ്മിലൂടെ എന്ത് ചെയ്യില്ല? വെളിപ്പെടുകയില്ല. അല്പസമയം മുമ്പ് ഷായി പാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറയുകയുണ്ടായി ഹിന്ദി മിനിസ്ട്രിയെക്കുറിച്ച്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാധ്യതയാണ് ദൈവം നമുക്ക് കേരളത്തിലുള്ള ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നത്. എറണാകുളം, പെരുമ്പാവൂർ, തിരുവല്ലയ്ക്കടുത്ത് പായിപ്പാട്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കിയാൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ വലിയൊരു കൂട്ടം നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിനങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ചില സെൻറ്റേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കും. ദൈവം നമ്മുടെ മുമ്പിൽ വലിയൊരു നിയോഗം തന്നിരിക്കുകയാണ്. നമ്മൾ ബംഗാളിലും കാശ്മീരിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ സുവിശേഷം പറയുവാൻ ഇതാ വടക്കേ നിന്ന് ആളുകൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന നിയോഗത്തെ നാം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇഫ് യു ആർ നോട്ട് യൂസിങ് ദ മിഷൻ ഔട്ട്ലുക്ക്, ഒരു ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു കാൽവെപ്പ് നടത്തുന്നില്ല എങ്കിൽ the Son of Man is not going to be glorified in our life. ഞാൻ പറയാം, ദൈവിക നിയോഗം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെങ്കിൽ, പ്രാബല്യത്തിൽ വരുന്നില്ല എങ്കിൽ ദൈവിക മഹത്വം നമ്മിൽ ഒരു കാരണവശാലും എന്തില്ല? പൂർണ്ണതയിൽ വെളിപ്പെടുകയില്ല. ഓക്കെ, യോഹന്നാൻ 14:21 വീണ്ടും വായിക്കട്ടെ. യവനന്മാർ യേശുവിനെ കാണാൻ വന്നപ്പോൾ യേശു പറയാണ്, ഇതാ മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ജാതികൾ മറ്റുള്ളവർ യേശുവിനെ അറിയുവാനായി കടന്നു വരുന്നപ്പോൾ അവിടെയാണ് മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുന്നത്. ആരാധന നല്ലതാണ്, പാട്ട് നല്ലതാണ്, ശുശ്രൂഷ നല്ലതാണ്, കൂടിവരം നല്ലതാണ്. ബട്ട് വി ഹാവ് വൺ മോർ സ്റ്റെപ്പ് ടു ഗോ. ഒരു അടികൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
നിയോഗത്തിൻ്റെ വഴികൾ. നിയോഗത്തിൻ്റെ വഴികൾ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷം അറിയിക്കുവാനാണ്. യേശു ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വത്തെ, എനിക്ക് മനസ്സിലാക്കിയ ദൈവീയ സാന്നിധ്യത്തെ, എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞതായ ദൈവസ്നേഹത്തെ മറ്റുള്ളവർ പങ്കിടുമ്പോഴാണ് ഈ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത് എന്നുള്ളത് ഒരിക്കലും മറന്നു കളയരുത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം പഠിക്കുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന ആളിനെ നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പോസിൻ്റെ നിയോഗം എന്തായിരുന്നു? ആത്മാ പറഞ്ഞു, നീ നേരെ എങ്ങോട്ട് പോവുക? ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകാൻ പറയുക. ഞാൻ സമയമില്ലാത്ത ഭാവം നിൽക്കുന്നില്ല. ചെന്നപ്പോഴാ യെരൂശലേമിൽ വന്ന് പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു ഷണ്ണൻ, എത്യോപ്യ രാജ്യയുടെ അല്ലേ ഒരു ഷണ്ണൻ അവിടെ വന്നിരിക്കുന്നു, യാത്ര ചെയ്യുന്നു. ഇതാ പോകുമ്പോൾ എന്ത് ചെയ്യുക? ഈ മനുഷ്യനിത് വായിക്കുക. നമ്മൾ സാധാരണ, ഞാൻ ഈ വായനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇൻഡക്റ്റീവ് മെത്തേഡ് സാധാരണ പറഞ്ഞു പോകും. വായന നമ്മുടെ ഷണ്ണൻ്റെ വായനയാണ് ശരിയായ ഇൻഡക്റ്റീവ് മെത്തേഡ്. മനസ്സിലായോ? ഷണ്ണൻ വായിച്ചത് ആര് കേട്ടു? ഫിലിപ്പോസ് കേട്ടു. അവിടെ ചോദിച്ചു, നീ വായിക്കുന്നത് നിനക്ക് ഗ്രഹിക്കുന്നുവോ? അല്ലേ? അപ്പോൾ എന്നെ കണ്ടു നിയോഗമാണ് ഈ ഫിലിപ്പോസ് ലഭിച്ചത്. ഫിലിപ്പോസ് ആരാ? മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി ആത്മാവിനെ നിറയപ്പെട്ട് നല്ല സാക്ഷ്യം കൊണ്ടവനായ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിയോഗം ലഭിച്ചതായ ഒരു വ്യക്തി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞിരുന്നു കാണുന്നുണ്ട്, ജ്ഞാനത്താൽ നിറഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് അവരോട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല, അവർ പുറപ്പെടുകയാണ്. ദൈവീയ നിയോഗമനുസരിച്ച് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന ഫിലിപ്പോസ്. ദൈവം അവരെ വിളിച്ചത് മേശമ ശുശ്രൂഷ ചെയ്യാനാ. ബട്ട് ഗോഡ് ഹാസ് എ കോൾ വിതിൻ ദ കോൾ. നിങ്ങളെ വിളിച്ച വിളിക്കകത്ത് തന്നെ വേറൊരു വിളികളുണ്ടെന്ന് മനസ്സിലാക്കണം. എ കോൾ വിതിൻ ദ കോൾ. നമുക്ക് ലഭിച്ച വിളിയുടെ മധ്യത്തിൽ അതിനകത്തൊരു വിളിയുണ്ട്. അത് ആർക്കറിയാൻ സാധിക്കുന്നത്? ദൈവിക മഹത്വത്തെ കണ്ട, ദൈവത്തിന് കൃപ ലഭിച്ചതായ, ദൈവാത്മാവിനെ നിറഞ്ഞതായ, കൃപാവരങ്ങൾ നിറഞ്ഞ ഒരു ദൈവം ഇതല്ലേ, അത് വിവേചിച്ചറിയും. ഹി ഡിസൈഡ്സ് എവരിതിങ്. അവൻ വിവേചിച്ചറിയും. ദൈവത്തിൻ്റെ ആത്മാവ് നല്ല നേർനിലത്തിലേക്ക് നമ്മൾ നടത്തുമെന്ന് പറയുമ്പോൾ, നമുക്ക് ആലോചന പറഞ്ഞിരുന്ന് പറയുമ്പോൾ, ഈ വിധത്തിൽ നമ്മെ എന്ത് ചെയ്യാണ്? മറ്റുള്ളൊരു സുവിശേഷം പറയുവാൻ നിയോഗത്തിന് വഴികളിലേക്ക് കൊണ്ടുപോയി. 3 വശം പറയാൻ ആഗ്രഹിച്ചത്. ഒന്നാമത്, വെളിപ്പെടുത്തുന്ന ദൈവം. 2, കണ്ടെത്തുന്നവർ. 3, കണ്ടെത്തിയവരുടെ നിയോഗം. നിയോഗത്തിന് വഴികളിൽ അവനൊരു വിളിയുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, നിയോഗ വഴികളിൽ അവൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവനായിരുന്നു. സ്വയം നിയന്ത്രിക്കപ്പെടുകയല്ല, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയായിരുന്നു. അവർ യാത്രയുടെ നായകനെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവായിരുന്നു. അവർ ദൈവത്തിൽ നിന്ന് അനുദിനം ചില ഗൈഡൻസ് ലഭിച്ചുകൊണ്ടിരുന്ന് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, എത്ര ഉന്നതനായ വ്യക്തിയായിരുന്നു ആൽബർട്ട് ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആള്. ജർമ്മൻ കത്തീഡ്രൽ സഭയുടെ വികാരിയായിരുന്നു. അദ്ദേഹത്തിന് 3 ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ വിളിച്ച വിളിക്കകത്തൊരു ദൈവവിളി ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ നേരെ ഇവിടേക്ക് പോയി? ആഫ്രിക്കയിലേക്ക് പോയി. He went to Africa. കോങ്കോ മിഷൻ. അവിടെ മിഷണന്മാരെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് ആൽബർട്ട് ഷേക്സ്പിയർ പോകാൻ തയ്യാറായി. എ കോൾ വിതിൻ ദ കോൾ. ഇവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. വില്യം കേറി വന്നു ഭാരതത്തിലേക്ക്. ഭാരതത്തിൽ വന്ന് ബംഗാളി ഭാഷ പഠിക്കുന്നു, മറ്റിതര ഭാഷകൾ പഠിക്കുന്നു. നമ്മുടെ കയ്യിലുള്ളതായ ഈ പുസ്തകം ഉണ്ടല്ലോ, വേദപുസ്തകം, ഇപ്രകാരം നമ്മൾ കയ്യിൽ ലഭിക്കുവാൻ മുഖാന്തരമായ വില്യം കേറി എത്രയോ പ്രസ്സുകൾ സ്ഥാപിച്ചു, എത്രയോ ലിപികൾ കണ്ടെത്തി. എന്തുകൊണ്ടാണ്? എ കോൾ വിതിൻ ദ കോൾ. ഇവിടെയാണ് ഇന്ന് നാം വില്യം കേറി ഓർക്കുന്നത്. കാരണം എന്താ? തൻ്റെ സമർപ്പണം. അതെ, ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. നിയോഗത്തിന് വഴികളിൽ ചില പോയിന്റുകൾ മാത്രം ഞാൻ വേഗതയുടെ വാക്കുകൾ നിർത്തട്ടെ. ഇതേ നിയോഗത്തിന് വഴികളിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ്, തിരക്കുകളിലും ഒരാളെ നേടിയെടുക്കുവാനുള്ള ശ്രമം. തിരക്കുകളുടെ മധ്യത്തിലും
മറ്റൊരാളെ അവരിനെ നേടിയെടുക്കുവാനുള്ള ശ്രമം. യേശുവിനെ നോക്കൂ, യേശു ഇങ്ങനെ സഞ്ചരിക്കുകയല്ലേ. അപ്പോൾ ആരോ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊന്ന് തൊട്ടതേ ഉള്ളൂ. യേശു അങ്ങ് പോയില്ല. യേശു എന്ത് ചെയ്തു? എന്നെ തൊട്ടത് ആരാ? തിരക്കുകളുടെ, ഇതാ നിയോഗത്തിന് വഴി. തിരക്കുകളുടെ മധ്യത്തിലും ആരെയും നഷ്ടപ്പെടുന്നില്ല എന്ന ബോധ്യം നമ്മൾ ഹൃദയത്തെ ഭരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മിഷൻ അക്കംപ്ലീഷ് ചെയ്യുന്നത്. ഓക്കെ, തിടുക്കത്തോടെ അന്വേഷിച്ച് പോകുന്നതായ ഈ ഷണ്ണനോട് ചേർന്ന് നടക്കുന്നതായ തേര് പോകുമ്പോൾ അയാളോടൊപ്പം സ്പീഡിൽ പോകുന്നതായ ഫിലിപ്പോസിനെ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ അവൻ അവഗണിക്കപ്പെട്ടവരോ അതേ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തള്ളിക്കളയുവാനല്ല, അവരുടെ സുവിശേഷത്തിൻ്റെ വാതായനങ്ങളെ തുറന്നു കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം ധന്യമായി തീരും. യേശു ശമരിയ സ്ത്രീകൾക്കിലേക്ക് കടന്നു പോകുന്നു. ആ ശമരിയ സ്ത്രീ അതെ അവൾ കൊളരാത്തവളാണെന്നോ അവളുടേതായ പഴയ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞ് അവളെ തള്ളിക്കളയുകയല്ല, മറിച്ച് എന്താണ്, അവളിലേക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ്. തന്മൂലമുണ്ടായി അവൾ പാത്രം വെച്ചു, ഓടി പട്ടണത്തിലേക്ക് പോയി, ഇതാ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു, ഒരുപക്ഷെ മശിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓടി സുവിശേഷോമത്തിൻ്റെ വാക്താവായി മാറുകയാണ്. മാത്രമല്ല ഈ നിയോഗത്തിൻ്റെ വഴികളിൽ ദൈവജനത്തെ കൃത്യമായും വ്യക്തമായും വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ നിയോഗം ലഭിച്ചവർക്കുള്ള ഉത്തരവാദിത്വമാണ്. നമ്മൾ നേരത്തെ പറയുണ്ടായി, ധാരാളം ദുരുപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ തീത്തോസ് ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദുരുപദേശങ്ങളുടെ മധ്യത്തിൽ ദൈവവചനത്തെ അതിൻ്റെ തനിമയിലും അതിൻ്റെ പരിഭാവനതയിലും അതെന്തുദ്ദേശത്തോട് എഴുതിയോ അതേ ഉദ്ദേശത്തോടു കൂടി അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് നിയോഗത്തിൻ്റെ വഴികൾ എന്ന് നാം മറന്നു കളയരുത്. ഇതാ ഈ ഷണ്ണം വായിക്കുകയാണ്, യെശയ്യാ 53-ാം അധ്യായം ഇത് വായിക്കുമ്പോൾ കഷ്ടത നേരിടുന്ന മനുഷ്യനെ കുറിച്ചൊക്കെ അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചോദിച്ച് അതേ ഫിലിപ്പോസ് അത് വ്യക്തമായി യേശുവിനെ വരച്ച് കാണിച്ചപ്പോൾ ഫിലിപ്പോസിനോട് അവർ പറയുക, ഇതാ വെള്ളം വിലക്കുവാൻ ആർക്ക് സ്നാനം കഴിക്കുന്നതിന് അവന് മുന്നോട്ട് ഇറങ്ങി വരികയാണ് അല്ലേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്തായി വചനത്തിൻ്റെ വാതിൽ ശരിയായ രീതിയിലും ശരിയായ വിധത്തിലും നാം തുറന്നു കൊടുക്കുമ്പോൾ ആളുകളുടെ ഹൃദയം തുറക്കും, അവർ വിശ്വാസത്തിലേക്ക് മടങ്ങി വരും എന്നതിന് യാതൊരു സംശയമില്ല. വീണ്ടും ഈ തേര് വേഗതയിലാണ് പോകുന്നത്. ഫിലിപ്പോസ് ഷണ്ണൻ പോകുന്ന തേര് എന്താ വേഗത മുന്നോട്ട് പോകുക. അതിൻ്റെ മധ്യത്തിലും തേരല്ലേ അതാ പോക്കോട്ടെന്ന് പറഞ്ഞ് ഫിലിപ്പോസ് എന്ത് ചെയ്യില്ല, പുറകോട്ട് വലിഞ്ഞില്ല, അതോടൊപ്പം ചേർന്ന് നടന്നു അല്ലേ. അങ്ങനല്ലേ? അയ്യോ ഇത്രയും വേഗതയിൽ പോകുന്നത് ഏതാണോ? എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? ഒന്നാമത് എന്നെ കാല് വയ്യ, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ആ പ്രശ്നമാണ്, എൻ്റെ നടുവിന് വേദന, ഞാൻ എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോകുന്ന ഒരു പ്രവണതയല്ല. നിയോഗം ലഭിച്ച വ്യക്തിക്ക് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കാൻ മുഖാന്തരം ഞാൻ ബാക്കി പറഞ്ഞേ സകലത്തിന് മതിയാകുന്നു, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഈ യോഗത്തിലോ വരുവാളതിനോ യാതൊരു ശക്തിക്കോ ദൈവശക്തിയിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന പൗലോസിൻ്റെ വാക്കുകൾ. എന്തുകൊണ്ടാണ്? ദമസ്കോസിലെ പടിവാതികൾ കണ്ടു ദൈവമഹത്വം. ദമസ്കോസിലെ പടിവാതിക്കൽ സൂര്യനെ വെല്ലുന്ന വെളിച്ചം കണ്ട് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചതായ ഈ പൗലോസ് തൻ്റെ പുറമേയുള്ള കണ്ണ് അടഞ്ഞു പോയെങ്കിലും തൻ്റെ അകത്തെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിന്നെ കൊർന്നേലിയോസ് വന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണ് തുറക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്നവരെ, അതുകൊണ്ട് വേഗതയിൽ സമൂഹം ഓടുമ്പോൾ അതങ്ങനെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ തള്ളിവിടുവാനുള്ളതല്ല. അവരുടെ ജീവനെ നേടിയെടുക്കുവാൻ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വലിയ ശുശ്രൂഷയ്ക്കായിട്ടാണ്. ഞാൻ 3 ഭാഗമാണ് പറഞ്ഞത്. ഒന്ന്, മഹത്വം വെളിപ്പെടുത്തി, മഹത്വം കണ്ടു,
3, മഹത്വം കണ്ടവർ. മഹത്വം കണ്ടവർ അവരെടുക്കേണ്ട നിയോഗം. 2025 എനിക്കറിയാം നിങ്ങൾ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ടാവും ഇതിനോടൊക്കെ. പക്ഷേ എത്രമാത്രം അത് ഫുൾഫിൽ ആവുന്നുണ്ട് എന്ന് സ്വയം വിലയിരുത്തണം. അനേകം നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. 2025 ഒരുപക്ഷെ ഇത്ര പേരോട് ഞാൻ സുവിശേഷം പറയുമെന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കുക, ഗൗരവത്തോടെ എടുക്കുക. അതിനെ ഓരോ ദിവസവും ഒരു ചാർട്ട് ഉണ്ടാക്കുക. നിങ്ങളെ തന്നെ വിലയിരുത്തുവാൻ, നിങ്ങളെ തന്നെ കാണുവാൻ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് എത്ര പേരോട് എനിക്ക് പറയാൻ സാധിച്ചു, അവൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ്, അവരെ എങ്ങനെയാണ് ദൈവജനത്തെ വളർത്തിക്കൊണ്ടിരുന്നത്, എങ്ങനെയാണ് അവരെ ഡിസൈപ്ലിൻ ചെയ്യുന്നത്, ഈ വിധത്തിലുള്ളതായ ഒരു ചാർട്ട് ഉണ്ടാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഞാൻ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. ഈ രാവിലെ സമയം ദൈവസ്ഥനെ നാം അടുത്ത് വന്നു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി. പരിശുദ്ധൻ മഹോന്നത ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നതനായ ദൈവത്തെ നാം പാടി മഹത്വപ്പെടുത്തിയപ്പോൾ ഈ ഉന്നതനായ ദൈവം എന്നിലൂടെ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റിവീൽഡ്. എന്നിലൂടെ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. എന്നിലൂടെ പ്രകടമായി ആളുകൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവൻ പരിശുദ്ധനാണെന്ന് എന്നെ കാണുമ്പോൾ, എൻ്റെ വിശുദ്ധിയെ കാണുമ്പോൾ അവൻ പരിശുദ്ധനാണെന്ന് ലോകം അറിയണം. മനസ്സിലാൻ പറഞ്ഞത്? ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മിലൂടെ വെളിപ്പെടേണ്ടത്. ദൈവം ഉന്നതനാണ്, സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, സർവശക്തനാണ്, സകലത്തിന് മതിയായവനാണ്, എൽ ഷദായിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതെന്നിലൂടെ വെളിപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ അത് പൂർണ്ണമായി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഐ മസ്റ്റ് എക്സ്പീരിയൻസ് ഗോഡ്സ് പവർ. ഓരോ ദിവസവും ഈ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയണം. നോ മാറ്റർ വാട്ട് ഇറ്റ് കോസ്റ്റ്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടി വന്നാലും, ഐ മസ്റ്റ് എക്സ്പീരിയൻസ് ഗോഡ്സ് പവർ ഇൻ മൈ ലൈഫ്. ക്യാൻ വി സേ ദാറ്റ്? ഇന്ന് രാവിലെ സമയം ചില വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ഒരു വലിയ വെല്ലുവിളി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ക്യാൻ വി സേ I must experience God's power in my life no matter whatever it costs. I എന്നുള്ളതിൻ്റെ അവിടെ നിങ്ങളുടെ പേര് വെക്കണം. എന്നിട്ട് നിങ്ങളത് പറയണം. I must experience, Thomas must experience God's power no matter what it costs. Oh, that he would break me down and cause me to weep for the salvation for souls. ഓസ്വാൾഡ് ജെ സ്മിത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവശക്തിയെ ഞാൻ ജീവിതം തിരിച്ചറിയുമ്പോൾ, അതിൻ്റെ വില എന്ത് കൊടുക്കേണ്ടി വന്നാലും അതിനായി എന്നെ സമർപ്പിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഓരോ ദിവസവും എന്നെ തകർത്ത്, എന്നെ ബ്രേക്ക് ചെയ്ത് ആത്മാവിനെ കുറിച്ചുള്ളതായ വിലാപത്തിലേക്ക്, ആത്മാവിനെ കുറിച്ച് കരച്ചിൽ കൊണ്ട് എൻ്റെ ഹൃദയം നിറയുവാൻ ഇടയായിത്തീരും. അപ്പോഴാണ് നമ്മിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ പ്രകടമായി വെളിപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡു വി സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവമഹത്വത്തെ നാം ദർശിച്ചിട്ടുണ്ടോ? അവനെ നാം കണ്ടിട്ടുണ്ടോ? അവനെ നാം കണ്ടെത്തിയിട്ടുണ്ടോ? അവനെ കണ്ടെത്തിയത് കൊണ്ടാണ് നാം ദിവസത്തിൽ വന്നിരിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് കർത്തൃമേശയിൽ നാം സംബന്ധിക്കാൻ പോകുന്നത്. എന്നാൽ അവനെ കണ്ടെത്തിയ ജനങ്ങൾക്ക് ഈ കർത്തൃമേശയിൽ ഭാഗവാക്കാകുന്ന ഒരു ദൈവത്തെ സംബന്ധിച്ച ഒരു നിയോഗമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ദേശത്തിന് വേണ്ടി കരയുവാൻ. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജനത്തിൻ പുത്രിക്ക് സൗഖ്യം വരുന്നില്ല? ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? എന്തുകൊണ്ട് ജനത്തിൻ പുത്രിക്ക് സൗഖ്യം വരുന്നില്ല? ദേശത്തിനുവേണ്ടി കരയുവാൻ, ദേശത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിനുവേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അതിനോട് സുവിശേഷം പറയുവാൻ, ഈ നിയോഗം ഏറ്റെടുക്കുവാൻ. കർത്താവേ, ഇതാ എന്നെ ഞാൻ സമർപ്പിക്കുന്നു, ഇതാ എന്നെ സമർപ്പിക്കുന്നു. നാം ദൈവത്തിൽ കടന്നു നിൽക്കുമ്പോൾ നമ്മെ തന്നെ ദൈവം സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണ ഗാനം നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചേർന്ന് പാടും. ഒരു സമർപ്പണ ഗാനം, എന്നെ ഇതാ മുറ്റും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
പൂർണ്ണമായി നമ്മുടെ ദൈവകരങ്ങളിലെ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ നിന്നെ മഹത്വം കണ്ടിട്ടുണ്ട്, ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്റെ സ്നേഹം എന്നെ തേടി വന്നു. എന്നാൽ ഈ സ്നേഹത്തിൻ്റെ വാക്താക്കളായി 2025 ഞാൻ ആയിരിക്കുന്നിടത്ത്, ഞാൻ ആകുന്നിടത്ത്, ഞാൻ പോകുന്നിടത്ത്, ഞാൻ സഞ്ചരിക്കുന്നിടത്ത്, ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവേ, നിന്റെ നിയോഗ വഴികൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുവാൻ, മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. എന്നിട്ട് നമുക്ക് ചേർന്ന് പാടാം. പ്രിയപ്പെട്ട ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ആത്മസമർപ്പണമായി ഇത് മാറട്ടെ. കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു.